ആറ്റിങ്ങലിലെ വിജയത്തെക്കുറിച്ചായിരുന്നു വി അരുണിന്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, അക്ഷരാർത്ഥത്തിൽ കേരളം കാത്തിരുന്ന ഇടതു വലതു മുന്നണികൾ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്ന പോരാട്ടം ആയിരുന്നു ആറ്റിങ്ങലിൽ നടന്നത്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇടതു വലതു പക്ഷങ്ങൾ അവരുടെ ലീഡ് മാറ്റിമറിയുന്നു. അതാകട്ടെ പലപ്പോഴും 1000-ൽ താഴെ മാത്രമാകുന്ന ലീഡ്. അതുകൊണ്ട് തന്നെയായിരുന്നു അവസാന റൗണ്ട് വോട്ടെണ്ണലും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അവസാന റൗണ്ടിൽ ഒരു ഘട്ടത്തിൽ 4000-ഓളം വോട്ടിൻ്റെ ലീഡ് വിജോയ് നേടിയിരുന്നു. അപ്പോൾ വിജോയ് ഏതാണ്ട് വിജയം ഉറപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും UDF കേന്ദ്രങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നു. കാരണം അവരുടെ കോട്ടയാണ് അടുത്തതായി എണ്ണാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. പിന്നീട് ആ വിജയം മറുഭാഗത്തേക്ക് അടൂർ പ്രകാശിലേക്ക് എത്തി. പക്ഷേ പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ റീകൗണ്ട് ചെയ്തു. എങ്കിലും ആ വിജയത്തിൽ പിന്നീട് മാറ്റമുണ്ടായില്ല. അതിൽ നന്ദി പറയുകയാണ് അടൂർ പ്രകാശ്. വിജയം ഉറപ്പായിരുന്നു എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് അവകാശപ്പെട്ടത്. അപരന്മാരെ നിർത്തിയത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് അപരന്മാർ നേടി എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അങ്ങനൊരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ആ വിശ്വാസം അനുസരിച്ച് തന്നെ പരമാവധി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അപരന്മാരെ കൊണ്ട് അത്തരത്തിൽ നിർത്തി വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ യോജിച്ചതല്ല. 5 വർഷക്കാലത്തെ എന്റെ പ്രവർത്തനങ്ങൾ അവർ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് അതിനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നു. ആ അവസരം ഒരുക്കിയത് സത്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതിലൊരു അംഗീകാരം എനിക്ക് ജനങ്ങൾ തന്നു. ആലപ്പുഴ മാത്രമായിരുന്നു 2019-ൽ ഇടതുപക്ഷത്തിന് ഏക ആശ്വാസമായ മണ്ഡലം. ആ മണ്ഡലം ഇത്തവണ കൈവിട്ടുപോയൊരു സാഹചര്യം കൂടിയുണ്ട്. ആലപ്പുഴയിലെ പരാജയത്തെ സംബന്ധിച്ച്